ആരംഭ പ്രാർത്ഥന മുതൽ ആശീർവാദം പറയുന്നവരെയും പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമേ അവിടുന്ന് സഹായിക്കണം. ജനത്തിന് കൊടുക്കേണ്ട ദൂതികൾ, ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഈ രാത്രി കാലം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. കടന്നു വന്ന പോലെ എല്ലാ കർത്താവേ, പശുകിടാങ്ങളെ പോലെ തുള്ളിച്ചാടി കടന്നു പോകുന്ന അവസ്ഥയിൽ ഈ രാത്രി കാലം കടന്നു പോകുവാൻ എല്ലാ നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണം. നാഥാ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കവിഞ്ഞൊഴുകുന്ന ഒരു ആത്മസന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകണം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. ഹല്ലേലൂയ. എബേസിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കി നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു പ്രാർത്ഥിച്ച എബേസ് പോലെ. നമ്മുടെ മുന്നിലൊക്കെ അനർത്ഥങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തോ അനർത്ഥം സംഭവിച്ചിട്ടുണ്ടോ ആ അനർത്ഥത്തെ നോക്കി പറ. ഹല്ലേലൂയ. ഇനി എനിക്കത് വ്യസനത്തിന് കാരണമാവരുത്. വീണ്ടും പറയുക, ആ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാവരുത്. നമ്മൾ എന്ത് വിഷയമായാലും ആ വിഷയം നമുക്ക് ഇനി കാരണമായി തീരത്തില്ല. വിശ്വാസത്തോടെ തന്നെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ അങ്ങനെ ഒരു സ്തുതി ഉയരട്ടെ, ആ പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകണം. അതിനുവേണ്ടി ഒരുമിച്ച് നമ്മൾ സ്തുതിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് പാടാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം
ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റേൻ പ്രിയനെ കാണാൻ കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റേൻ പ്രിയനെ കാണാൻ എന്നു നീ വന്നിയും എപ്പോൾ വന്നിയും എത്ര നാൾ നോക്കി ഞാൻ അങ്ങേടം പ്രിയനെ എന്നു നീ വന്നിയും എപ്പോൾ വന്നിയും എത്ര നാൾ നോക്കി ഞാൻ അങ്ങേടം പ്രിയനെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് നഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ് അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായ എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ക്രിസ്തീയ ജീവിതം
Hallelujah, hallelujah, hallelujah. Oh, yes, അവിടുത്തെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി അഗ്നിയഭിഷേകദാനം നിറയ്ക്കേണ്ടതിനായി പുതുബലദാനം നിറയ്ക്കേണ്ടതിനായി പുതുശക്തിയാദം നിറയ്ക്കേണ്ടതിനായി പുതുബലദാനം നിറയ്ക്കേണ്ടതിനായി വലിയ വിടുതൽ ഈ രാത്രികാലം നമ്മിൽ ഓരോരുത്തരുടെ മേലും കർത്താവ് പകർന്നു നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നാഥന്റെ സ്നേഹത്താൽ ഈ രാത്രികാലം നിറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ഓ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതി നീളവും ആഴവും ഉയരവും എന്നൊന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെ പേരും കൃപ പകർന്നു തരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ മരിച്ചവരെ ജീവിപ്പിക്കാമില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അരുമനാഥന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആത്മാവിനെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഈ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് സ്വത സഹോദരിയും ആമീൻ ജസ്റ്റ് പേരും പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നല്ലത് മനോഹരമായ നല്ല സന്ധ്യാവേളക്കായി അങ്ങേ കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഒരു സഭായോഗമായ കർത്താവ് സഭയായി ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ തിരുസന്നിധിയിലായി അവിടുന്ന് സഹായിച്ചത് ഓർത്തന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. കർത്താവെ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ കർത്താവെ നല്ല ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടെ എന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ നിയന്ത്രിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ ശക്തിയും പുതിയ കൃപയും പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കുമാറാണ്. സ്തോത്രം കർത്താവെ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. കുടുംബങ്ങളായ വ്യക്തികളായി പേര് പേരായി കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. എന്റെ യേശുവേ നന്ദിയോടെ അങ്ങേ കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളുടെ സിരങ്കയിൽ മറച്ച കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവെ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം. മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവെ കർത്താവിന്റെ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവദാസനെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വചനം കർത്താവ് നൽകി തരുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ദാനമായ കർത്താവ് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണേ അപ്പാ. ഹല്ലേലൂയാ, സ്തോത്രം കർത്താവെ. കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവ് ഈ സഭയെ അങ്ങ് ദൈവമേ അങ്ങ് ഉപയോഗപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സഭയിലെല്ലാ ദൈവമക്കളെയും ദൈവമേ ദേശത്ത് അങ്ങയുടെ അത്ഭുതം പ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ ദൈവമേ കണ്ണുകൾ കൊണ്ട് തന്നെ ദൈവമേ ഒരു വലിയൊരു വിടുതൽ കാണുവാൻ ദൈവമേ ഞങ്ങളുടെ ദൈവമേ തലമുറയെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ ദൈവപ്രവൃത്തി ദൈവമേ കാണുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ അടിപ്പിണരാർന്ന കരങ്ങൾ കൊണ്ട് കർത്താവെ അങ്ങ് സൗഖ്യം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അതുപോലെ തന്നെ ദൈവമേ എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധി ജ്ഞാനം കർത്താവെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിയില്ലാത്ത മക്കളെ ഏൽപ്പിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഞെരുക്കങ്ങളെ അനുഭവപ്പെടുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ എല്ലാ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ ദേശത്തായിരിക്കുമ്പോൾ കർത്താവെ അവർക്ക് ദൈവമേ അങ്ങ് തണലുമായി നിൽക്കണേ. അടിയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പുതിയൊരു തുടക്കം പുതിയൊരു ദൈവമേ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 40-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 40, 1 to 10. Psalms chapter 40, 1 to 10. 40-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു. യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹന്നയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും പാപയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അതിനങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ താണിരിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകിയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നാം എല്ലാവരെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവങ്ങൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ആമേൻ ചുരുക്കമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്
നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എല്ലാവരും ബന്ധപ്പെട്ട് ആമേൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ഓടുന്നവർക്ക് തന്നെ അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഓടി ഓടി ഓട്ടം അങ്ങോട്ട് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിയതും അധ്വാനിച്ചതുമൊക്കെയും ആമേൻ വൃഥാവായി പോകും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഓട്ടത്തിനൊരു നിയന്ത്രണം വരുത്തിയിട്ട് ദൈവസന്നിധിയിലൊന്ന് കാത്തിരിക്കുന്നുവെങ്കിൽ ആമേൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഞാനും നീയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥനയോട് അവൻ്റെ സന്നിധാനത്തിലേക്ക് നാം അടുത്തി എന്നാൽ, കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സ്തോത്രം. ഒരു വ്യക്തിയെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ വരും, അടുത്ത നിമിഷം വരും, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് വരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആരെങ്കിലും വീട്ടിലോട്ട് വരുമെന്ന് വിളിച്ചു പറഞ്ഞാൽ അവരെപ്പം വരുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുപോലെ യഹോവയെ കാത്തിരിക്കുവാൻ നമ്മുടെ അരുമനാഥൻ വരുമെന്ന് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏത് നാഴികയിൽ വന്നാലും അവന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് അവരുടെ സന്നിധാനത്തിൽ കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ അവൻ ചാഞ്ഞ് വരുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. കാത്തിരുന്നാൽ മാത്രം പോരാ, നിലവിളിക്കുക കൂടെ ചെയ്യുമാറാകണം. കാരണം അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റി. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള കാലത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എത്ര ഭീകരമായിരുന്നു എന്ന് പലർക്കും പറയുവാൻ കഴിയും. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ ഭമിച്ചത് ജീവിതമേ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ ഭമിച്ചത് ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാതെ നിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാതെ നിന്റെ കൃപയാ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ചേറ്റിൽ നിന്ന് എന്നെ കയറ്റുമ്പോൾ ഹല്ലേലൂയ എനിക്ക് നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ ഒരു പ്രതലമില്ലാതിരുന്ന സ്ഥാനത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുവാൻ തക്കവണ്ണം അവൻ എന്നെ യോഗ്യനാക്കി തീർത്തതിനായി ഈ രാത്രികാലം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അവന് സ്ഥിരമാക്കി. ഹല്ലേലൂയ. അതുവരെ ഞാൻ എങ്ങോട്ട് വായുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, എങ്ങോട്ട് ആമേൻ പോകുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവാം പാറമേൽ ഞാൻ എന്ന് നിൽക്കുവാൻ ഇടയായോ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിന് ഒരു നിയന്ത്രണം വരുവാനിടയായി. അവിടെ ഇവിടെയും കറങ്ങി തിരിഞ്ഞ് നടന്നവരൊക്കെയും ഹല്ലേലൂയ സമയത്തിന് വീട്ടിൽ ചെല്ലാതെ വൈകി വീട്ടിൽ വരുന്നവരൊക്കെയും സമയത്തിന് വീട്ടിൽ ചെല്ലുവാൻ തുടങ്ങി. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സമാധാനമില്ലാതിരുന്ന വീടുകളിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വരുവാൻ തുടങ്ങി. കരച്ചിലും നിലവിളിയും ഉയർന്നുകൊണ്ടിരുന്ന ഭവനങ്ങളിലൊക്കെയും ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, സമാധാനവും സന്തോഷവും ചിരിയുടെയും സ്വരങ്ങൾ ആമേൻ ഹല്ലേലൂയ ഉയരുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ഹല്ലേലൂയ. പൂരപ്പാട്ട് നടന്നുകൊണ്ടിരുന്ന ഭവനങ്ങളിലൊക്കെയും ഹല്ലേലൂയ ദൈവം അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പാടുവാൻ തക്കവണ്ണം ഒരു പുതിയ പാട്ട് ഹല്ലേലൂയ നാവിന്മേൽ കൊടുത്തപ്പോൾ രാത്രികാലം ഹല്ലേലൂയ കുഞ്ഞുങ്ങളുമായി കൂടിയിരുന്ന് ഹല്ലേലൂയ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ നാശം കൊതിച്ചിരുന്നവർക്കൊക്കെയും വിറയിലുണ്ടാകുവാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. ഒരു പുതിയ പാട്ട് അവൻ എൻ്റെ നാവിന്മേൽ തന്നു. സ്തോത്രം. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലടച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട് അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. ആ അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വരുന്ന സ്ത്രീകളോട് സംസാരിച്ചു. ത്വയതൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന പേരുള്ള 12 മുതലാണ് വായിക്കുന്നത്. ഇത് മക്കെദോന്യയുടെ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ആ ആ ആ ആ ആ അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം ആ ആ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് ആമേൻ വളരെ ലാഭം വരുന്നൊരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവർ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഇവള് വാസ്തവമായ ഒരു പ്രവാചകിയാണെന്ന് പറഞ്ഞേനെ. സ്തോത്രം. പൗലോസിനെ കുറിച്ച് പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് വളരെ അനുകൂലമായി വളരെ വാസ്തവമായ ദൂത. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവളിൽ വ്യാപരിക്കുന്ന ആത്മാവും പൗലോസിൽ വ്യാപരിക്കുന്ന ആത്മാവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൊക്കെ വളരെ നല്ല ദൂതായിട്ടൊക്കെ വന്നാലും ചില സമയത്ത് ആമേൻ ഹല്ലേലൂയ അവരിലെ ആത്മാവും നമ്മിലെ ആത്മാവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ അതിനെ മനസ്സിലാക്കി വിവേചനമുള്ള പൗലോസ് എന്ത് ചെയ്യുകയാണ്? മുഷിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി അവളുടെ ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് അവളെ വിട്ടുപോയി. പിന്നീട് ആ പ്രശ്നം, ഭൂതം വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. സ്തോത്രം. അതുവരെ വെളിച്ചപ്പാടത്തെ എല്ലാവരും അംഗീകരിച്ച് ആമീൻ എല്ലാവരോടും ദൂതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവള് ആമീൻ അവിടെ ആമീൻ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. എന്നാൽ പൗലോസിനോട് ദൂത് പറയാൻ ചെന്നപ്പോൾ അവളിലെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കിയ പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ച് അതിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ ദൂതങ്ങ് നിന്നുപോയി. സ്തോത്രം. അവളെ കൊണ്ട് കാശുണ്ടാക്കിയിരുന്ന അവളുടെ യജമാനന്മാർക്ക് ആമീൻ പിന്നീട് അതനുസരിച്ചുള്ള വരുമാനം ലഭിക്കാതായപ്പോൾ അവർ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും നേരെ തിരിയുവാനൊക്കെ ഇടയായി. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ബന്ധിച്ച് സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. വായിച്ചാട്ട് 22 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും അല്ല റോമക്കാരായ നമുക്ക് 21 വാക്യം മുതൽ
റോമക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷാരവും അവരുടെ നേരെ ഇളകി. ആ അധിപതികൾ അവർ വസ്ത്രം പറിച്ച് ഉരിഞ്ഞ കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. ആ അവരെ വളരെ അടുപ്പിച്ച ശേഷം ആ തടവിലാക്കി. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് ആ അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ ആ അവരെ അകത്തെ തടവിലാക്കി ആ അവരെ കാലാമത്തിലിട്ട് പൂട്ടി. ആ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ആ ദൈവത്തെ പാടി സ്തുതിച്ചു. ആ തടവുകാർ ശ്രദ്ധിച്ചു. Praise the Lord. Hallelujah. ശരീരം മുഴുവനും മുറിവുള്ളവരായിട്ട്, വസ്ത്രങ്ങളെല്ലാം കീറപ്പെട്ടവരായി, ആമേൻ, അകത്തെ തടവറയിൽ കൊണ്ട് ആമത്തിലിട്ട് പൂട്ടി ഈ അവസ്ഥയിലും ഹല്ലേലൂയ പൗലോസിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ അവൻ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തോത്രം. അപ്പോഴെന്ത് സംഭവിച്ചു? ആമേൻ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. സ്തോത്രം. അപ്പോഴെന്ത് സംഭവിക്കും? ഒരു ദൈവത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവനൊരു പുതിയ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അവനെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാവിൻ്റെ കെട്ടഴിയും, അവൻ്റെ കൈകളുടെ കെട്ടഴിയും, അവൻ്റെ നെഞ്ചത്ത് ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുഴച്ചിലുണ്ടാക്കുന്ന അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. സ്തോത്രം. ആമേൻ. അവൻ്റെ കൈകാലുകൾ ചലിക്കാൻ തുടങ്ങും. കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആമേൻ അവൻ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുതിയ പാട്ട് കർത്താവേ എനിക്ക് തരുമാറാകണമേ. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, വാതിലുകളിൽ സ്തോത്രത്തോടും പ്രാകാരങ്ങളും സ്തുതിയോടും കൂടെ വരുവീനെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഇന്ന് രാത്രികാലം കർത്താവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എനിക്കൊരു പുതിയ പാട്ട് തരുമാറാകണമേ. നിന്നെ ആരാധിച്ച് ബലപ്പെട്ട് ബന്ധനങ്ങൾ അഴിയപ്പെട്ടവനായി ഇന്ന് രാത്രികാലം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ചങ്ങലകളൊക്കെ അഴിയുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോഴെന്ത് സംഭവിക്കും? കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആമേൻ. സങ്കീർത്തനം എന്ന് പറയുന്നു 40-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതെന്റെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. പലരും അത് കണ്ട് ഭയപ്പെട്ടു. ആമേൻ. പൗലോസ് ശീലാസും പാടി ദൈവത്തെ സ്തുതിക്കുവാനും അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകുവാനും കൈകാലിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടുവാനും ആമേൻ സ്തോത്രം തുടങ്ങിയപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് എന്ത് സംഭവിച്ചു? അവന് വലിയൊരു ഭയമുണ്ടായിട്ട് കാരാഗ്രഹത്തിൽ കിടന്ന കാമേൻ സ്തോത്രമാൽ കുറ്റവാളികളെല്ലാം ഓടിപ്പോയി എന്ന് വിചാരിച്ച് തന്നെത്താൻ കൊല്ലുവാൻ അവൻ വാളെടുത്തു. സ്തോത്രമാലൂയ. ആമേൻ. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യും? പുതിയ പാട്ട് തുടങ്ങിയാൽ, ആമേൻ, ബന്ധനങ്ങൾ അഴിയപ്പെട്ടാൽ, ആമേൻ, നാമത്തിൻ്റെ പൂട്ടുകളൊക്കെയും തുറക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, നാമൊക്കെയും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നിടത്തേക്ക്, ഹല്ലേലൂയ, ആമേൻ, വലിയ വിടുതൽ വ്യാപരിക്കുവാൻ തുടങ്ങും. അനേകർക്ക് ഭയമുണ്ടാകും. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അനേകർ എൻ്റെ അടുക്കിലേക്ക് നിൻ്റെ അടുക്കിലേക്കും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും
രക്ഷ പ്രാപിക്കും. അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താനും തനിക്കുള്ളവര് എല്ലാവരും എന്ന് പറയുമ്പോൾ ആ വചനം കേട്ടവർ, ഹല്ലേലൂയ, അത് വിശ്വസിച്ചവർ എല്ലാവരും എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും സ്നാനപ്പെട്ടതായിട്ട് ആമേൻ ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. വചനം കേട്ടവർ, ദൈവത്തിൻ്റെ വചനം വിശ്വസിപ്പാൻ കഴിവുള്ളവർ, പ്രായമുള്ളവർ ആണ് സ്നാനപ്പെടേണ്ടത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു പുതിയ പാട്ട് കർത്താവേ എൻ്റെ നാവിന്മേൽ തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. താഴോട്ട് വായിച്ചാട്ട് സങ്കീർത്തനം 40 യഹോവേ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആമേൻ. നമ്മുടെ ആശ്രയമാരിലാണ്? നമ്മുടെ കർത്താവിൽ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ആമേൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യനാരുമില്ല. ഞാൻ അവരെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ജീവിതത്തിൽ എത്രയെത്ര അത്ഭുതങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. വീണുപോകാമായിരുന്ന സ്ഥാനത്ത് നമ്മെ കരങ്ങളിൽ താങ്ങിയില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ആപത്ത് വരാമായിരുന്ന സ്ഥാനത്ത് ആപത്തിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റിയില്ലേ? വെള്ളത്തിൽ കൂടെയുള്ള ആപത്ത്, കരയിൽ കൂടെയുള്ള ആപത്ത്, ഇത് നല്ല നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചില്ലേ? ആമേൻ, ഹല്ലേലൂയ. അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ അവൻ്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരുമില്ല എന്ന് പറഞ്ഞ വചനപ്രകാരം എത്ര വട്ട് ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടും നമ്മോട്, ആമേൻ, ഹല്ലേലൂയ, പകരം ചെയ്യാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മെ നമ്മുടെ കർത്താവ് താങ്ങി നടത്തിയില്ലേ? അവൻ എത്ര നല്ലവനാണ്. പ്രൈസ്, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവേ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായം. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായം. ആമേൻ. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. സ്തോത്രം. 51 സങ്കീർത്തനത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 51 ഹനനയാകം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് സങ്കീർത്തനം 40:1 പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ അങ്ങിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. തകർന്ന മനസ്സോട്, നുറുങ്ങിയ ഹൃദയത്തോട് കർത്താവിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും ആമേൻ രക്തം, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദമല്ല. ദൈവത്തിൻ്റെ ഹനനയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്ന്
പറഞ്ഞിട്ടുണ്ട്. വചനം പറയുന്നു, അവനെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 20. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. കർത്താവിനെ അഭിഷേകം ചെയ്യുക. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരെ മുറുകെ കെട്ടുവാനും മതി. അതിന് 1 മുതൽ വായിച്ചാൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനാണെങ്കിൽ അവന്റെ ശിഷ്യന്മാരായ നാമും എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനുള്ള മനസ്സുള്ളവരായിരിക്കണം. ആമേൻ. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ വാസ്തവമായി ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, നാം സുവിശേഷം പറയുവാൻ നമ്മെ തന്നെ സമർപ്പിക്കും. അനേകരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നടത്തും. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. അവൻ മഹത്വീകരിക്കപ്പെടണം. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലോകത്തിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉദ്ദേശം സാധ്യമായി കഴിയുമ്പോൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിച്ച് അവർ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർ ദത്തന്മാർ, ആമേൻ, അവർക്ക് വിടുതൽ ലഭ്യമായി കഴിയുമ്പോൾ ഹല്ലേലൂയ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീർ പകരം അലങ്കാരമാല ലഭിച്ചു കഴിയുമ്പോൾ നമ്മിൽ കൂടെ ആമേൻ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നമുക്കതിന്റെ 9-ാം വാക്യം വായിക്കാം. 8-ാം വാക്യം. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആമേൻ. ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അതരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ ഹൃദയത്തിൽ മറച്ചു വച്ചില്ല. നിന്റെ വിശ്വസ്ത രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. സത്യവും ഞാൻ അവന്റെ ദയയും വിശ്വസ്തതയും പ്രസ്താവിക്കുവാന്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാന് എപ്പോഴവസരം ലഭിച്ചാലോ ദൈവസനയിൽ എഴുന്നേറ്റ് 2 വാക്ക് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ Then through the darkness, your light
be anxious about anything, by every situation, by prayer and petition. With thanksgiving, present request to God. Philippians 4 verse 6. Please pray for me and my family. ആമേൻ. യഹോവ എൻ്റെ ഇടയനാണ്. യഹോവയെ ഭയപ്പെട്ട എൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഭാഗ്യവാൻ. Praise the Lord. Praise the Lord. Make a joyful noise unto the Lord all while, and serve the Lord with gladness. Come before His presence with singing. Psalms 100 verse 1 and 2. Please pray for me and my family. Praise the Lord. Praise the Lord. I'll call them my people who are not my people. I'll call them my loved one. I'll call her my loved one who was not my loved one. Romans 9 verse 25. Please pray for me and my parents. Praise the Lord. Praise the Lord. She will bear the son, and you shall call his name Jesus, for he will save his people from their sins. Matthew 1 verse 21. Please pray for me and my family. Praise the Lord. Praise the Lord. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Psalms 23 verse 6. Please pray for me and my family. Praise the Lord. Praise the Lord. I am Alpha Omega, the beginning and the end, said the Lord, which was and which is to be praised, the Almighty. Revelation 1 verse 8. Please pray for me and my family. ആമേൻ. Praise Lord. 2 Corinthians 4 verse 7. But we have this treasure in jars of clay to show that this all surpassing power is from God and not from us. Amen. Joshua 1 verse 9. Be strong and courageous. Do not be afraid. Do not be discouraged. For the Lord your God will be with you wherever you go. Praise the Lord. I cry aloud to God, and He will hear. He'll hear me. Psalm 77 verse 1. I bless the Lord at all times. Psalms 34 verses 1. Please pray for me and my family. Praise the Lord. Praise the Lord. You shall love your God with all your heart, with all your soul, with all your mind. Matthew 22 verses 37. Please pray for me and my family. Praise the Lord. I lift up my eyes to the hills, from whence comes my help. My help comes the Lord who made heaven and earth. He shall not allow your feet to be moved. He who keeps Israel shall neither slumber nor sleep. The Lord is a keeper. The Lord is a shade at your right hand. He shall not come near you. The Lord shall preserve from all evil. He shall preserve your soul. The Lord shall preserve you going out and coming in from this time and forevermore. Praise the Lord. Psalms 121. Blessed the man who not step on the wicked, or stand in the way that sinners take, or sit in the company of mockers. Psalms 1 verse 1. Praise Lord. John 3 verse 8. The wind blows wherever it wishes and you hear its sound, but you do not know where it comes from or where it goes. So it is with everyone who is born of the Spirit. Praise the God gave Lord. one way in my life. I thank each and everyone who prayed for me. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനുനീരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായി കുഞ്ഞുങ്ങളുടെയൊക്കെയും എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തെയും പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൂരസഞ്ചാരത്തുമായ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകാല ആത്മാൾ പനിയുടെ സ്വസ്യാൽ ഭാരപ്പെടുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും ഒരു നിമിഷം ഒരു കരങ്ങളെ ഉയർത്തി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പൈതലിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പനിയുടെ അസ്വസ്ഥകൾ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യം അവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ അവിടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെയും വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും അഭിഷേകവും കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം.
ദൂരത്തും ചാരത്തുമായ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, അവന് പുതിയ പാട്ട് പാടുവാൻ, അവന് സ്തുതി കരേറ്റുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിനെ നമ്മെ സഹായിക്കേണ്ടതിനായി അക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. സാക്ഷിവാചകൾക്കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട്
അപേക്ഷിച്ചിട്ട് എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ. എല്ലാവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായി പ്രത്യേക വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായി അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സാജും പേർ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഞങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും തക്കോണം ഞങ്ങളെ ഒരിക്കൽ കൂടെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, പാടുവാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം, പ്രാർത്ഥിപ്പാനായി കൃപ തന്നതിനായ സ്തോത്രം, നല്ല സങ്കീർത്തനങ്ങളെ പാടുവാൻ ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. കർത്താവെ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വലിയ ദൈവം ജീവിച്ചിരിക്കുന്നുവെന്ന് പിന്നെയും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ ദൈവസേനയിൽ കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സാക്ഷ്യവചനത്തിലൂടെ കർത്താവെ, നിന്റെ മക്കൾ പറഞ്ഞിരിക്കുന്ന വിവിധമായ വിഷയങ്ങളിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ജനത്തിന് വിടുതലുണ്ടാകുവാൻ തക്കോണം ദൈവം അവിടുന്ന് കർത്താവ് സഹായിക്കണമേ. വിശേഷാൽ ശുശ്രൂഷ ചെയ്യുവാൻ ദാസന്മാരെ പിന്നെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതുപോലെയല്ല, അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങുവാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ വഴിപാടുകളെ അർപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ആഴ്ചകളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന, സ്നാന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണം. സഭയിലെ എല്ലാ വ്യക്തികളെയും ഒരുപോലെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയ്ക്ക് അനുഗ്രഹമായി, വിടുതലിനായി, വ്യക്തിപരമായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കൊക്കെയും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രത്തോളം പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്നും ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. എബ്രായർ 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, രാത്രി കാലം അവിടെ നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. ഇതിനെ വാഴ്ച അനുഗ്രഹിച്ചു നൽകണം, നുറുക്കിക്കൊടുപ്പാൻ ബലം തരണം, അത്ഭുതം പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇനിയല്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ പൈതലേ, വീണ്ടും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാത്തിരിക്കുക. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആമേൻ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. സ്തോത്രം. കോടാനുകോടി ജനങ്ങൾ ഹല്ലേലൂയ ലോകത്തിൻ്റെതായ ഇതര ഭാഗങ്ങളിൽ കർത്താവിനെ അറിയാത്തവരായി, ആമേൻ, അറിഞ്ഞവർ പോലും കർത്താവിൻ്റെ വചനപ്രകാരം നടക്കാത്തവരായി, വിശ്വാസത്യാഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പറയുകയാണ്. ആമേൻ. സ്തോത്രം. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുകയാണ്. സ്തോത്രം. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഞാനും നീയും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വരുവാനുള്ളവൻ നിശ്ചയമായും വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും,
ആകാശം കൊടുമുഖത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയും അതിന്റെ പണികളെല്ലാം വെന്തുപോകുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:12 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. ആ ദൈവമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ആ ദൈവമാണ് നമ്മെ സൗഖ്യമാക്കുന്നവൻ. ആ ദൈവമാണ് നമ്മെ ശക്തരാക്കി തീർക്കുന്നവൻ. ആ ദൈവമാണ് നമ്മെ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. അതുകൊണ്ട് ഭൂമിയിലായിരിക്കുമ്പോഴും എല്ലാവിധമായ വിടുതലുകളും തന്ന് പ്രതിഫലം തന്ന് നമ്മെ നടത്തുവാൻ മതിയായവനായി നമ്മുടെ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ആമേൻ. ഹബക്കൂക്കിന്റെ ആമേൻ പ്രവചന പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിച്ചാലോ ദൈവത്തിന്റെ പൈതലേ അവൻ ആമേൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിനായി നാം കാത്തിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. സൃഷ്ടി മുഴുവനും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിലുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ആമേ. അതിനെ ഓർത്തുകൊണ്ട് അത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ അടക്കി വാഴുന്ന പൈശാചിക ശക്തി, ദ്രവത്വത്തിന്റെ ദാസ്യം എന്ന് പറയുമ്പോൾ ഏദൻ തോട്ടം പോലെ ആയിരുന്ന ഭൂമി. സ്തോത്രം. ഹല്ലേലൂയ. ഫലഭൂയിഷ്ടമായിരുന്ന ഭൂമി. സ്തോത്രം. ഹല്ലേലൂയ. മഞ്ഞും മഴയും പെയ്ത് ആമേൻ വൃക്ഷലതാദികളൊക്കെയും വളർന്ന് ആമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ഒരു ഭൂമി ഒരു മനുഷ്യന്റെ പാപം കൊണ്ട് ഹല്ലേലൂയ ശാപഗ്രസ്തമായി തീരുവാനും പൈശാചികൻ അതിനെ അടക്കി വാഴുവാനും തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഭൂമി എല്ലായിടവും മുള്ളും പറക്കാരെയും ഒക്കെയും മുളയ്ക്കുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ അധീനത്തിൽ ആയിത്തീർന്ന ആ ഭൂമിയിൽ ഹല്ലേലൂയ നടക്കുന്ന നാശം, ക്ഷയം, ആമേൻ, മരണം, സ്ഥിരതയില്ലായ്മ, കൊലപാതകം, വ്യഭിചാരം, ലഹരി മരുന്ന്, ആമേൻ സ്തോത്രം, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ഭൂമി പോലും അടുത്തു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂമിയും കാത്തിരിക്കുകയാണ് എപ്പോൾ ഇതിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. എപ്പോൾ ഇതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകും. ഈ അവസ്ഥകളൊക്കെ എന്ന് മാറിക്കിട്ടുമെന്ന് വിചാരിച്ച് ഭൂമിയും കാത്തിരിക്കുകയാണ്. നാം അതുപോലെ കാത്തിരിക്കുന്നവരാണോ? ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ രൂപാന്തരമാകുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഭൂമിയുടെ ആമേ അവസ്ഥയ്ക്കും
ദൈവം മാറ്റം കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ മഹത്വത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ സൃഷ്ടിയെല്ലാം പുതുക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പുതിയ ആകാശവും പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ദൈവത്തിന്റെ മക്കൾ ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ചതിന് ശേഷം ആമേൻ ഒരു 7 വർഷക്കാലത്തെ കാലാവധിയിൽ ആമേൻ എതിർ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും. ദൈവം ആ സമയത്ത് ഭൂമിയിലും അതിലുള്ള വസിക്കുന്ന സകല മനുഷ്യരെയും ശിക്ഷിക്കുവാനിടയാകും. ഹല്ലേലൂയ. 7 വർഷക്കാലത്തെ ആമേൻ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷം ഹല്ലേലൂയ അവൻ ആമേൻ തൻ്റെ ഹല്ലേലൂയ ബിംബമുണ്ടാക്കി ആലയങ്ങളിലൊക്കെയും പ്രതിഷ്ഠിച്ച് ലോകത്തിലുള്ള സകല മനുഷ്യരോടും അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിലും അവനവൻ്റെ പ്രതിമ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ യഹൂദന്മാരെ ഹല്ലേലൂയ കുത്തിയവെങ്കിലേക്ക് നോക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ നിലവിളിക്കുവാൻ തുടങ്ങും. അവർ തങ്ങളുടെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും സേവിക്കയില്ല എന്ന് തീരുമാനപ്പെടുത്ത ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. സ്തോത്രം. ഇതാ ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല എന്ന് സ്തോത്രം ഹല്ലേലൂയ തീരുമാനപ്പെടുത്ത ദൈവത്തിൻ്റെ ജനത്തോട് ആമേൻ ബിംബത്തെ ആരാധിക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് എപ്രകാരം ദൈവത്തെ ആമേൻ ബിംബത്തെ ആരാധിക്കാതിരുന്നുവോ അതുപോലെ അവർ ഈ ബിംബത്തെ ആരാധിക്കാതെ മലയുടെ പാറയുടെയും ഒക്കെയും ഗുഹകളിൽ പോയി പാർക്കും. അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മശിഹായോട് പ്രാർത്ഥിക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. മശിഹായെ ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശു തമ്പുരാൻ തൻ്റെ ദൂതന്മാരോടുകൂടെ ആമേൻ ഒരു മലയിൽ പ്രത്യക്ഷപ്പെടും. ഒരു മല രണ്ടായി ആമേൻ പിളരും. ഹർമഗദോൻ താഴ്വര എന്ന് പറയുന്ന ഒരു താഴ്വര ഉളവാകും. ഹല്ലേലൂയ. അവിടെ വലിയൊരു യുദ്ധമുണ്ടാകും. അവിടെ വെച്ച് പിശാചിനെയും അവൻ്റെ കൂട്ടരെയും കർത്താവ് ആമേൻ തൻ്റെ വായിലെ ശ്വാസത്താൽ അഗ്നിക്ക് ഇരയാക്കി തീർക്കും. ഹല്ലേലൂയ. ആമേൻ പിശാചിനെയും കള്ളപ്രവാദനെയും 1000 ആണ്ടത്തേക്ക് ബന്ധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയുടെ അവസ്ഥയ്ക്കൊക്കെയും മാറ്റം വരും. ഹല്ലേലൂയ. കർത്താവായ യേശു ഭൂമിയുടെ ഭരണമേൽക്കും. ഹല്ലേലൂയ. ആ കാലത്ത് ഭരിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ. ആമേൻ. അക്കാലത്ത് ഭരണം ഏൽക്കണമെങ്കിൽ ഹല്ലേലൂയ അതിനുള്ള സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങൾ ഇപ്പോഴേ നാം ചെയ്തോണം. ആമേൻ. സ്തോത്രം. അവൻ്റെ പരീക്ഷയിലൊക്കെ നാം പാസ്സാകണം. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി തീരണം. ആത്മാക്കളെ നേടുന്നവരായി തീരണം. ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര ആത്മാക്കളെ നേടുന്നുവോ, എത്ര കർത്താവിന് പ്രസാദകരമാകുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നു, അന്ന് അതനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. സ്തോത്രം. ചിലർക്ക് ആമേൻ 2 പട്ടണത്തിൻ്റെ അധിപതിയായി ചിലരെ നിയമിക്കുമ്പോൾ ഹല്ലേലൂയ ചിലർക്കൊരു വില്ലേജ് പോലും ലഭിക്കാത്ത അവസ്ഥയൊന്നും ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് ഈ നൽകി ചെന്നിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നാം മാറണം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷോല്ലസിക്കുവീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും
അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരികയുള്ളൂ. ആമേൻ. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിയുക, മറ്റൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കുകയില്ല. ആപത്തിനായി പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് ലഭിക്കാതെ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ കരങ്ങളുടെ പ്രവൃത്തി എല്ലാം സാധിപ്പിച്ചു തരുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. ആ നാളിലേക്ക് നിന്നെ തന്നെ നീ ഒരുക്കി കാത്തിരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. ഹല്ലേലൂയ. സമയം മുന്നോട്ട് കടന്നു പോകുന്നല്ലോ. എൻ്റെ മുമ്പിൽ സൂക്ഷിപ്പാൻ സമയമില്ല. ഞാനിവിടെ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, നാം പ്രത്യാശയുള്ളവരായി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഇനിയും ഇത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. ദർശനത്തിന് ഒരാതി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ദൈവമക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് ആമേൻ പിന്നെയും ആയിരിക്കാം. ചില താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുകയില്ല. ആമേൻ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ കാഹളധ്വനി നാ പോകാറായി തൻ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാ പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ യോൻ സൈന്യമേ ഉണർന്നിടുക ഒരു നിജയാമെടുത്തു വിരുദു പ്രാപിക്കാം. യോൻ സൈന്യമേ ഉണർന്നിടുക ഒരു നിജയാമെടുത്തു വിരുദു പ്രാപിപ്പാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരയോ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവ
സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് എതിർത്തു നിന്നു വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് എതിർത്തു നിന്നു വിജയം നേടുക. ഓ കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. യേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. യേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊൻമുഖം. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊൻമുഖം. ഓ കേൾക്കാറായി കാഹളധ്വനി തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി കാഹളധ്വനി രാത്രികാലം കർത്താവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അവന്റെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി വരവിന് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തരാക്കി തീർക്കുമാറാകട്ടെ. രാത്രികാലം കേട്ട ദൈവത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രിയ ലിജുബർ പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാണുവാനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ആമേൻ ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും മറച്ചതിനാൽ സ്തോത്രം. കർത്താവെ, അങ്ങിവിടെ കടന്നു വന്നെന്നുള്ളതാണ് ആമേൻ ഏറ്റവും വിലയേറിയതായി ഈ രാത്രി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആമേൻ പല വിഷയത്തിലൂടെയും പല പ്രയാസങ്ങളിലൂടെയും ദൈവസന്നിധി തലവണയ്ക്ക് ഞങ്ങൾക്ക് ഈ രാത്രി ദൈവവചനത്തിലൂടെ കർത്താവ് മറുപടി തന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ അവസ്ഥകളെ സ്വർഗം മാറ്റിയതിനാൽ സ്തോത്രം. അപ്പാ, ഞങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്തതിനാൽ സ്തോത്രം. ആമേൻ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഞങ്ങളെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കി ഞങ്ങളുടെ വായിൽ പുതിയൊരു പാട്ട് ഈ രാത്രി കർത്താവ് തന്നതിനാൽ സ്തോത്രം. ആമേൻ, ഞങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ഈ രാത്രി ഞങ്ങളെ കർത്താവ് ശക്തീകരിച്ചതിനാൽ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സാക്ഷ്യവാചകങ്ങളിലൂടെ പ്രാർത്ഥനാ വിഷയം അമ്മേനെ ഓർപ്പിച്ചവരുണ്ട് കർത്താവേ.
സന്തോഷ് ബ്രദറിന്റെ സിസ്റ്ററിനെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കർത്താവേ, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവേ. അദാസിയുടെ മേൽ അയച്ചു. ഓ, ഈ രക്ഷയുടെ പാത്രമാക്കുവാൻ കർത്താവേ, നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൽവിന്റെ വൈഫിന്റെ ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണ ഹീലിംഗ് കർത്താവ് കൊടുക്കണമേ. അപ്പാ, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തോട് അടുത്തു വരുവാൻ കർത്താവേ നീ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പനിയുടെ അസ്വസ്ഥതകളൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്, സൗഖ്യം കർത്താവ് കൊടുക്കണമേ. ഏതുവിധ രോഗമാണേലും അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യം കർത്താവ് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി ദേവദാസൻ വചനത്തിലൂടെ ഞങ്ങളോട് അറിയിച്ചു, കർത്താവേ, ഞങ്ങൾ പ്രത്യാശയുള്ളവരുടെ കൂട്ടമാണ്. അപ്പാ, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ആമേ ഞങ്ങൾ വീണ്ടും ഉറപ്പിച്ചു തരുവാൻ ഈ രാത്രികാലം കർത്താവേ ഞങ്ങളെ വെറുതെ ഓടുന്നവരായിട്ടല്ല കർത്താവേ, ആമേൻ, ആത്മാക്കളെ നേടുവാൻ സുവിശേഷം പറയുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ പ്രതിഫലം വലുതാണ് കർത്താവേ. ആ അക്കരെ നാട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ നിത്യലജ്ജയ്ക്ക് കാരണമായി തീരാതെ ഞങ്ങളെ കുറിച്ചുള്ള ദൈവഹിതത്തെ നിറവേറ്റുവാൻ ഈ നാളുകളിൽ സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി കടന്നു വന്ന എല്ലാവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥകൾ സ്വർഗം അറിയുന്നല്ലോ. സ്വർഗം എല്ലാവരെയും കർത്താവ് ധാരാളമായി നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഈ ആഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ദൈവങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്നാന ശുശ്രൂഷയെ ദൈവങ്ങളെ സ്നാനപ്പെടുന്ന പൈതലിനെയും ദൈവങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും മംഗളകരമായി മാറട്ടെ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. സമാധാനം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും പ്രത്യേകാൽ വരുന്ന ആഴ്ചകാലം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടും സഭായത്തോടും സ്നാനശുശ്രൂഷയോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.